അല്ലുണ്ടോ ഒന്നും വെള്ളം ഉണ്ടാവില്ല. കരച്ചിൽ നമുക്ക് സങ്കടം ഒന്നുള്ളൂ. ഇങ്ങനെ കരയുക. അങ്ങനെ അവള് ബക്കറ്റും കുടം എടുത്തിട്ട് കെൻറ്റിക്കരയിലേക്ക് പോവാം. അപ്പോൾ കെൻറ്റിക്കരയിൽ ചെന്നാൽ സാബു അടുക്കളപ്പുറത്തുണ്ടാവും. സാബു കാണും. അപ്പം പറയാം, അമ്മേ രസം ചോറ് ശാലിനിക്ക് കൊടുക്കണം. അവള് വന്നിട്ട് ആടാ ഞാൻ വെച്ചിട്ടുണ്ട്. മോറ്റ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് സ്കൂളിലൊക്കെ പോയിട്ട് ചായക്ക് ഇവിടുന്ന് കഴിച്ചോ അങ്ങോട്ട് വരേണ്ട ചോറുന്നെന്ന് പറഞ്ഞിരിക്കണം. ജാനീച്ചിൻ്റെ അടുത്തേക്ക് പോകാനാണല്ലോ ഉഷ പറഞ്ഞത്. സാബുവേട്ടൻ്റെ വീട്ടിലേക്ക് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം പറയാം, ഞാൻ കുളിച്ചിട്ട് വരാറുണ്ട്. ഇറയത്തുനിന്ന് തോർത്തുകൊണ്ട് എടുത്ത് കണ്ട് കെണികരയ്ക്ക് വന്ന് എന്തടി നിൽക്കുക. അപ്പോൾ അവളെ കണ്ണ് ചാലിട്ട് കണ്ടിട്ട് എന്തടി കരയുന്നു, വെള്ളം പോരാൻ സങ്കടപ്പെട്ടിട്ട് കരയും. ഒരെല്ലാം സാബുവിൻ്റെ അച്ഛൻ ഉണ്ടെങ്കിൽ എല്ലാം പാനി നിറച്ചിട്ടുണ്ടാവും. അതെല്ലാം കാലിയായിപ്പോൾ എനിക്ക് സങ്കടം. അച്ഛന് പൊന്ത കുഴപ്പം, അച്ഛൻ ഹോസ്പിറ്റലില്ല, അച്ഛന് വയ്യാണ്ടായിട്ട് അച്ഛൻ എപ്പോഴും നിങ്ങൾക്ക് വെള്ളം നിറച്ച് തരണം. അതിനല്ലേ ഈ കരൻ. അതൊന്നും അല്ലടാ, അതൊന്നും അല്ല, എന്നെ മിണ്ടണ്ട. ഇനിയിപ്പോൾ വസട്ട ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് നിറച്ചിട്ട് അവരില്ല, എൻ്റെ അച്ഛനെ കൊണ്ട് വെള്ളം നോക്കി. അത് നന്നായി. എന്താ പറയുക, നിങ്ങളെ ഒരു കഴുത കണക്കിന് ചുമട് താങ്ങുന്ന ഒരാളാണ് വസട്ട. ഞാൻ ആ ചുമട നിങ്ങളെടുത്ത് താത്തിച്ച് ശരിയാണ് സാബു പറഞ്ഞതെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങോട്ട് കടി നിറങ്ങിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് അത് ഈ കോടും ബക്കറ്റും എടുത്ത് വളർത്തി സാബു ആരും കാണും മോശം ഇതൊക്കെ ആരും കാണില്ല. ആരും കണ്ടാലും ഇപ്പം എന്താണെന്ന് കേട്ടോ. അവളെ മുറ്റത്ത് അടക്കളപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇനി വെള്ളത്തിന് വരണ്ട, ഇനി വെള്ളം വേണ്ടവർ വന്നിട്ട് അവിടെ പോയി കുളിച്ചോളൂ. ഏട്ടന്മാരൊക്കെ മോള് കുളിച്ച് വേഗം റെഡി ആക്കിയെന്ന് പറയും. അങ്ങനെ ഇവള് വേഗം കുളിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് സാബുവിൻ്റെ അമ്മ ചോറും കറിയൊക്കെ ഡവറയിലാക്കി വന്നിട്ടുണ്ടാവും. മോളെ കുഞ്ഞ് മാന്തിയെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മാന്ത പൊരിച്ചപ്പെടുത്തൊക്കെ പറയും. വേണ്ട അമ്മയ്ക്ക് ഒന്നും വേണ്ട പറയും. ഒരു കറണ്ടിങ്ങി തിന്നണം പറഞ്ഞാൽ ഒരു കറണ്ട് ചോറിട്ടുള്ളൂ. അങ്ങനെ തിന്നിട്ട് ബാക്കിയിട്ടാണ് ഉള്ളൊരു പോവലിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുള്ളൂ. കവറിൽ ഓർക്ക് വാങ്ങിയ ഓരോ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കണം, മുപ്പത്തിക്കും ഡ്രസ്സ് വാങ്ങിക്കണം, സാബുവിൻ്റെ അച്ഛനും ഡ്രസ്സ് വാങ്ങിക്കണം. അത് കൊടുക്കും. എന്നിട്ട് പറയും ഇത് ജാനേച്ചിൻ്റെ വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ജാനേച്ചിൻ്റെയും ജാനേച്ചിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഡ്രസ്സും വേറെ കവറിലാക്കി കൊടുക്കും. അത് എന്തിനാണ് ഞങ്ങൾക്ക് വാങ്ങിയതാണ്, പിന്നെ തരാൻ പറ്റില്ല, നിങ്ങൾ വേഗം അടുപ്പിച്ചുകൊണ്ടിട്ടോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാൽ വരാമെന്നൊന്നും അറിയില്ല എന്നറിയാം. പറയും ഒരു കണ്ണേറ് പറ്റിയ മരിയായിപ്പോയി മോളെ എന്നൊക്കെ അമ്മ പറയും. അപ്പോൾ വരും കേട്ടോ, വേഗം മാറ്റിക്കറി. അങ്ങനെ അവൾ എല്ലാം എടുത്ത് വെച്ച് അടക്കം അതിലൊക്കെ അടച്ചവൾ കുലായിൽ വന്ന് കൈക്ക് മുടിയായിട്ട് കെട്ടിയിട്ട് ഒരു ഭസ്മ അവിടെ നിന്ന് എടുത്തിട്ടോടും ഒക്കെ കുറിയൊക്കെ തുടർന്ന് കൃഷ്ണൻ്റെ പ്രാർത്ഥിക്കുക അച്ഛനൊന്നും ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടാളും കൂടി ബസ് കയറി ഹോസ്പിറ്റലിൽ എത്തിയാലും പറയും ഇതിലെ സ്റ്റെയർ കയറിയിട്ട് നമുക്ക് പോവാടിയാറ്. അപ്പോൾ അറിയാം നമ്മൾ സ്റ്റെയർ കയറിയില്ലെങ്കിൽ അങ്ങനെ അതിലേ ചെരിഞ്ഞ സ്ഥലത്ത് കൂടെ പോയിരിക്കുക, അങ്ങ് അറ്റത്തെത്തണം. അപ്പം പറയാം അവിടെ എത്തണ്ടടി, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ വാർഡല്ല അച്ഛൻ്റെ എന്ന് പറയും. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് പറയാം, ഓക്കെ വയ്യയുടെ സ്റ്റെപ്പ് കയറാം. അപ്പടിയോ ഉണ്ടായിട്ട് പാട് കുട്ടികൾ ഒറ്റ എടുക്കല കുട്ടി എടുക്കും. പറയാം ആള് കണ്ടിട, ആള് കണ്ടാലെന്താ ഒന്നും കുഴപ്പമില്ല. എനിക്ക് സാബുവിന് ആരോഗ്യമുണ്ട്, സാബുവിൻ്റെ പെട്ടിന് രേസ് ആരോഗ്യക്കുറവല്ല മടിയാണ്, അതുകൊണ്ട് സാബു എടുത്തെന്ന് പറഞ്ഞിട്ട് ഓളെ ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ഓള് അവൻ്റെ തോളിലിങ്ങനെ പിടിക്കും. പറയും എടാ ഇപ്പം കിന്നരിക്കനും പൊന്നിരിക്കനുള്ള സമയമല്ലല്ലോ സാബ്. ആ കിന്നരിച്ചും പൊന്നിരിച്ചൊന്നുമല്ല, എൻ്റെ പെണ്ണിനെ നടക്കാൻ വയ്യ അതുകൊണ്ട് എടുത്ത് ഇത്രയേ ഉള്ളൂ എന്നറിയാം. അപ്പണ്ട് ഒരായ്മ ഇങ്ങനെ ഇറങ്ങി എന്താ മനെ മോളിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു തലറ്റല്. അപ്പോൾ ഓള് വികണ്ടാച്ചെടുത്ത് അത് നന്നായി എന്നറിയും. ഇപ്പോൾ ഇങ്ങനെ ഓനെ നോക്കി ഒരു പുഞ്ചിരി